You are most welcome to my chemistry classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡി ബ്ലോക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എഫ് ബ്ലോക്ക് നമ്മൾ നോക്കിയിട്ടില്ല. അതേപോലെ അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് ഡി ബ്ലോക്ക്, എവിടെയാണ് ഡി ബ്ലോക്ക്, എന്തുകൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസ്, സോ വൈ ദേ ആർ കാൾഡ് ട്രാൻസിഷൻ മെറ്റൽസ്. ദെൻ അതിനുശേഷം ഒരു ബോണ്ടിങ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Bonding properties are ഏറ്റവും ഇമ്പോർട്ടന്റ്. Number of unpaired electron increases, bond strength increases, and also moving from 3D to 6D, size of orbital increases, overlap also increases, so bond strength also between them, bond strength also increases. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെൻഡ്സ് എന്ന് പറയാം. ഓക്കെ, ഓരോ സീരീസിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നു. അപ്പൊ ഈ ട്രെൻഡ്സിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സോളിഡ് ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചർ പോയിന്റ് പറയുന്ന പേരാണ്. ഇറ്റ്സ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. Now we are discussing the melting point in a graphical method. So here again a melting point axis. Okay, it's a melting point axis. And this also a series. Okay, അപ്പോൾ നമ്മൾ ഒരു ഗ്യാപ്പ് വരാണ്ടെങ്കിൽ വേണ്ടി നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്തു സീരീസ്. അപ്പൊ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ സീരീസ് ആണ്. നമ്മൾ കൺസിഡറിങ് സീരീസ്. സോ ഇൻ ദ കേസ് ഓഫ് എ സീരീസ് നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 3D നിന്ന് 4Dയിലേക്ക് പോകുന്നതോറും ഓവർലാപ്പ് കൂടുകയാണ്. ബോണ്ട് സ്ട്രെങ്ത് ആൾസോ ഇൻക്രീസസ്. അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ആൾസോ ഇൻക്രീസ്. അപ്പോൾ 3Dക്ക് ആയിരിക്കും എപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് കുറവ്. അതിനേക്കാൾ കൂടുതലായിരിക്കും 4D, അതിനേക്കാൾ കൂടുതലായിരിക്കും 5D, അതിനേക്കാൾ കൂടുതലായിരിക്കും 6D. അപ്പൊ ഇങ്ങനെയാണ് ആ ഗ്രാഫ് പോവുക. ഓക്കെ, നൗ വി ആർ ഗോയിങ് ദ ടെൻഡൻസി ഓഫ് ദിസ് ഗ്രാഫ്. ഓക്കെ, മേബി വി ആർ ടേക്കിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം മേബി ടൈറ്റാനിയം. സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ ഇറ്റ് ഈസ് ആൾസോ ടൈറ്റാനിയം. ഹിയർ അഗെയിൻ ടൈറ്റാനിയം. Then titanium number of unpaired electron is 2. Okay, scandium 1 and titanium 2. Titanium കൂടുതലായിരിക്കും. Titanium കഴിഞ്ഞാൽ vanadium. Unpaired electron is here again 3. So it is a vanadium. And then also chromium is also there. Here again chromium. Then chromium unpaired electron is 5. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരാം. ഇനി ടോപ്പിലേക്ക് പോകേണ്ടത് മാംഗനീസ് ആണ്. Again unpaired electron is 5. But one thing is there, unusual dip is for the case of manganese. So it is a dip is there. Now you can say manganese dip. This is also called manganese dip. Here again chromium. And then again it is also increasing. Increasing. സാധാരണ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ വേണ്ടത്, പക്ഷെ again it is also increasing. So again it is also ഇത്ര വരില്ല എന്നാൽ കൂടി increasing. And here also Fe is there. Okay. Iron, and then it is also cobalt. Cobalt, here again cobalt. This is iron, cobalt, nickel, and then it is also copper. Copper is soft one. It is also here again copper. Okay, copper is. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടെൻഡൻസി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെൻഡൻസി നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അഗെയിൻ ഇത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ് മൂവിങ് ഫ്രം ഹിയർ ടു ഹിയർ. Number of unpaid, okay, UP there, UP, unpaid electron increases, number of unpaid electron increases. But manganese is an unusual dip. It's an unusual dip. And the കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ബോണ്ട് സ്ട്രെങ്ത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്ത് വരിക, ക്രിസ്റ്റൽ ആണ്. ദേ ആർ ക്രിസ്റ്റൽസ് ഓർ ദേ ആർ മെറ്റൽ പാക്കിംഗ്. അപ്പൊ ഈ പാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. ഈ പാക്കിംഗ് എന്ന് പറയുമ്പോൾ മാംഗനീസിന്റെ പാക്കിംഗ് യൂഷ്വലി HCP പാക്കിംഗ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ് അത് വരിക. ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. മാംഗനീസ് HCP പാക്കിംഗ് ആണ്, അയൺ BCC പാക്കിംഗ് ആണ്, ആൻഡ് ഹിയർ അഗൈൻ ക്രോമിയം BCC പാക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു പാക്കിങ്ങിൽ ഒരു ഡിഫറൻസ് കാരണം, യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദാറ്റ് വേ, പാക്കിങ്ങിൽ ഒരു ഡിഫറൻസ് കാരണം then unusual dip, there is a chance for unusual dip. And moreover thing, D5S21. അപ്പൊ ഇവിടെ S1 ആണ്, this is a S1. അപ്പൊ അതുകൊണ്ട് S2 ആകുമ്പോൾ ഇറ്റ് ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഡിയിൽ സാറ്റിസ്ഫൈ ആയി, എസിൽ സാറ്റിസ്ഫൈ ആയി. സോ മാംഗനീസ് നോ നീഡ് ഓഫ് മച്ച് ബോണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. സോ ബേസ്ഡ് ഓൺ ദീസ് ടു റീസൺസ്, ഹിയർ അഗെയിൻ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ മാംഗനീസ് ആൻഡ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ക്ലോസ് പാക്കിംഗ്, മാംഗനീസ് ഹാസ് ലോ
unusual melting point. Okay. Now we are going to another section that the case of this is 3D series. Here you can say it is called 3D series. Okay. And now we are going to 4D series. 4D series overlap but now we are going to another series that is called a 4D series. 4D now it is going on like that way. Okay, so it is going on like that way. You can see it is a molybdenum. It is called molybdenum. Okay, and now it is again a dip is there, and again it is height is there, and it's going on. Okay, so up here manganese in a dip possible. Okay, so that element name is, I forget, it's maybe technetium like that. Okay, so you can go for another type of element. Okay, I'm sorry, another series. So that series, this is case of a 4D series. Okay, 4D series. And consider the case of a 5D series also. So in the case of a 5D series, so it is going on again like this, where top is here also tungsten. Okay, tungsten. Here again tungsten. And then you would have been a dip like boiler, it's going on like that. So about tungsten കാര്യം നോക്കുക. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഡി ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആളാണ് ടങ്സ്റ്റൺ. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഫിലമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം ഫിലമെന്റിൽ കറണ്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഹൈ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും. അവിടെ നിന്നാണ് നമുക്ക് ലൈറ്റ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയത് മാത്രമേ അവിടെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഫിലമെന്റ് ലാമ്പിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാം. Tungsten. Why tungsten is using in filament lamp? Answer is very simple. So it is a highest melting point one. Okay, and so this is a case of that melting point. Okay, and this is case of series, and also this is a 3D, 4D, and also 5D series also. Okay, correct. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. Moving from any of series, moving from up to chromium level, we can say bond strength increases and also melting point increases. Okay, and then a dip is there, manganese dip, and then also melting point increases and then also decreases. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ക്ലിയർ? ബോണ്ട് സ്ട്രെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യം. അതേപോലെ 3D നിന്ന് 4Dയിലേക്ക് പോകുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്, ആൻഡ് ഓൾസോ ഹിയർ അഗെയിൻ 5Dയിലേക്ക് പോകുമ്പോൾ അഗെയിൻ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ് ബിക്കോസ് ഓവർലാപ്പ് ഇൻക്രീസസ് ആൻഡ് ഓൾസോ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസസ്, സോ മെൽറ്റിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. സോ ദാറ്റ്സ് ദി ടു ആസ്പെക്ട്. ഒന്ന് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ആസ്പെക്ട്, ഒന്ന് ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ആസ്പെക്ട്. ഈ രണ്ട് ആസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യാം നോക്കി വെക്കാം. നമ്മൾ ഇതിനൊരു സെറ്റായിട്ട് നോട്ട് ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. വേണമെങ്കിൽ എഴുതി നോട്ട് എഴുതാം. സോ first point, in a series moving from LHS to RHS, comma, number of unpaired electron increases, so melting point bond strength increases and melting MP increases. So bond strength increases, melting point increases. Full stop. After a middle, number of unpaired electron decreases. So bond strength decreases. Bond strength is metal bond strength ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ചു. മെറ്റലും ഒരു മെറ്റലും തമ്മിലുള്ള bond strength decreases. So melting point also decreases. Clear? Yes. Then അതിന്റെ അടുത്തൊരു പോയിന്റ്, manganese shows unusual dip in MP melting point due to different close packing arrangement and highly stable electronic configuration. ഇപ്പൊ ആ ഒരു രണ്ട് ഭാഗമായി. ഈ ഒരു സീരീസിന്റെ കാര്യമായി, അൺയൂഷ്വൽ ഡിപ്പിന്റെ കാര്യമായി. മൂന്നാമത്തെ പോയിന്റ്, മൂവിങ് ഫ്രം 3D to 4D, 5D, melting point MP എന്നിട്ടാ മതി. melting point increases due to
due to overlap increases, so bond strength also increases. Due to overlap increases, comma, bond strength also increases. അപ്പൊ ഇത്രയാണ് മെൽറ്റിംഗ് പോയിന്റ് ഒരു ഡിസ്കഷൻ. ഓക്കെ, നമ്മൾ ഇവിടെയൊക്കെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട്, പക്ഷെ നമുക്കൊരു നോർമൽ ഡിസ്കഷനിൽ അത് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് ഞാൻ നോക്കിയിട്ട് പറയാം. ഏതാണ് ഈ മാംഗനീസ്? ഓക്കെ, ടെക്നീഷ്യൻ ആണ് നോക്കിയിട്ട് പറയാം. മാംഗനീസ് ആൻഡ് ഹിയർ ടെക്നീഷ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ടെക്നീഷ്യൻ, TC ടെക്നീഷ്യൻ, ടെക്നീഷ്യൻ. ഇവിടെ ഡിപ്പ് ഇല്ല. ഓക്കെ, ഇവിടെ ദിസ് ഡിപ്പ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ അതൊരു നോട്ടിലേക്ക് വരുന്നില്ല. അപ്പോ എല്ലാവരും ഈ ഡയഗ്രാം വരയ്ക്കാം, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്യാം. Now, okay, so we are going to another section that is called size. Okay, different size. Size അല്ലെങ്കിൽ റേഡിയസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ സൈസ് ഓർ റേഡിയസ്. സൈസിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നതാണ് പീരിയോഡിക് ടേബിളിൽ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഒരേ ലെവലിലാണ് കേട്ടോ. ഓക്കെ, ഒരേ ലെവലിൽ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഫോർ എക്സാമ്പിൾ ബോറോൺ ടു കാർബൺ, കാർബൺ ടു നൈട്രജൻ, നൈട്രജൻ ടു ഓക്സിജൻ. സോ അങ്ങനെ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൻ്റെ അകത്ത് സൈസ് ഡിക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യാൻ കാരണമുണ്ട്. ഇലക്ട്രോൺസ് എല്ലാം ആഡ് ചെയ്യുന്നത് സെയിം കമ്പാർട്ട്മെന്റിലാണ്. ഇലക്ട്രോൺസ് ആർ ആഡിങ് സെയിം ഷെൽ ഓർ ഓർബിറ്റൽ. ഓക്കെ, ആൻഡ് ദെൻ ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അപ്പോ ഈ ഷെല്ലിനെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് അടുപ്പിച്ച് പിടിക്കാൻ പറ്റും. ഓക്കെ, സോ സൈസ് ഡിക്രീസസ്. അപ്പോ ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോർമലി മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ, ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിൾ, റേഡിയസ് ഡിക്രീസസ്. റേഡിയസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം റേഡിയസ് ഇറ്റ് ഈസ് ആൾസോ ഇൻക്രീസസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇന്നർ ഷെൽ ഇൻക്രീസസ്. അപ്പൊ ഇന്നർ ഷെൽ എന്ത് ചെയ്യും? ഇന്നർ ഷെല്ലിലെ പുറത്തുള്ള ഇലക്ട്രോണിനെ സ്ക്രീൻ ചെയ്യും ആരുമായിട്ട്? ന്യൂക്ലിയസുമായിട്ട്. ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ പുറത്തുള്ള ഇലക്ട്രോണിൽ എത്തൂല. അപ്പൊ ഇതിനെ സ്ക്രീൻ ചെയ്ത് വെക്കും. നൗ ഇറ്റ് ഇസ് സൈസ് ഇസ് ഇൻക്രീസിങ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം നമ്പർ ഓഫ്, സിമ്പിൾ ആയിട്ട് പറയാം, നമ്പർ ഓഫ് ഇന്നർ ഷെൽ ഇൻക്രീസസ്, സോ റേഡിയസ് ആൾസോ ഇൻക്രീസസ്. ഈ ഒരു കോമൺ കണ്ടീഷൻ നമ്മൾ മനസ്സിൽ വേണം. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് ഈ കോമൺ കണ്ടീഷൻ. And now we are going to radius or size of this element through series. Through series നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി, it is called radius or size. Radius or size. And now here again, ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ? If you have any confusion, you go to textbook. Okay, അപ്പൊ ഇത് നമ്മൾ റേഡിയസ് ആണ് കേട്ടോ. റേഡിയസ് ഇതൊരു സീരീസ് ആണ്. ഇറ്റ് ഇസ് ആൾസോ സീരീസ്. ഓക്കെ, സീരീസ് ആണ്. അപ്പൊ സീരീസ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുക ഇറ്റ് ഈസ് അഗെയിൻ 3D സീരീസ്. 3D സീരീസ് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് എ 3D സീരീസ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ എ 3D സീരീസ്. 3D സീരീസിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഓക്കെ, കുറച്ച് മുകളിലായിക്കോട്ടെ 3D സീരീസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം സൈസ് കൂടുതലായിരിക്കും. മൂവിങ് ഡൗൺ സൈസ് അഗെയിൻ ഡിക്രീസസ്. പിന്നെ ഒരു ചെറിയ ഒരു ഹൈറ്റ് കൂടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയിൽ ഇലക്ട്രോൺ ആഡ് ചെയ്ത് D10 എത്തുമ്പോൾ ഇലക്ട്രോൺ നമ്മൾ റിപ്പൾഷൻ കൂടും. അപ്പൊ അതുകൊണ്ട് സൈസ് ഒരല്പം പിന്നെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറക്റ്റ്. ഓക്കെ, നൗ വി ആർ ഡ്രോയിങ് ദാറ്റ് തിങ്. സോ ഹിയർ അഗെയിൻ സൈസ് ഡിക്രീസസ് and then last case. Okay, decreases and then last case size here again slightly increase. So like that. Correct? Okay. So this is the case. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ് എടുത്ത് ഡിസ്കസ് ചെയ്യും. So first one, moving from left to right, size decreases because nuclear charge increases, electrons are adding same orbit. But at the last case, okay, or at the end of series, size increases to avoid electron repulsion. Electrons are moving apart, and so that is a second one. Here again a second important part. ഇനി നമ്മൾ തിങ്ക് ചെയ്യാം. നമുക്കറിയാം മൂവിങ് ഫ്രം 3D to 4D, 4D to 5D, 5D to 6D. 6D കൺസിഡർ ചെയ്യാം. സാധാരണ 6D കൺസിഡർ ചെയ്യാറില്ല. 6D കൺസിഡർ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ പറയാ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പറയാം. ഓക്കെ, സോ എനിവേ വി ഡിസ്കസ് ദാറ്റ് കേസ് ഓൾസോ. നൗ വി ആർ ഗോയിങ് വിത്ത് ഹിയർ ഓൾസോ എ 4D സീരീസ്. സോ 4D സീരീസ് നമ്മൾ നോക്കുമ്പോൾ ഹിയർ അഗൈൻ 4D സീരീസ് സൈസ് കൂടുകയാണ് ചെയ്യാം. സൈസ് 3D പോകുമ്പോൾ 4D സൈസ് കൂടുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺ കാരണം സൈസ് കൂടുകയാണ് ചെയ്യാം. Okay, and now it is a size decreasing and like this way same condition. Okay.
ഇതേപോലെ തന്നെ. അപ്പൊ ഇതിനകത്ത് റീസൺ നമ്മൾ പറയാനില്ല. ഇതേ സെയിം റീസൺ 3D പോകുമ്പോൾ 4D പോകുമ്പോൾ number of inertial increases, so size also increases. Maybe we are considering that is a third point. Okay, here again third point. Now again നമ്മൾ ഇനി 4D 5D പോകുമ്പോൾ, now we are going to 5D. 5D പോകുമ്പോൾ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു slightly different possibilities are there. Okay, different chances there. That chance is operating, and now you can say here we are starting from. So അപ്പോൾ ഇതിന്റെ കുറച്ച് മുകളിൽ നമ്മൾ പ്രതീക്ഷിക്കണം. We are expecting ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, but unfortunately this is very near മാത്രമല്ല പല സ്ഥലത്തും ഓവർലാപ്പ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരല്പം മുകളിലാണ് വരയ്ക്കുന്നത്. ബട്ട് ഒറിജിനലി ദേ ആർ ഓവർലാപ്പിംഗ് or size is approximately similar. Okay, and now it is ഏറ്റവും അടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. Okay, so it is a size is just like that. Okay, so you can say this is a 5D series. ഇവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. So why 4D series and 5D series are approximately similar size? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനും കൂടിയാണ്. So അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മേ ബി യു ജസ്റ്റ് കൺസിഡർ 3D 4D 5D. നമ്മൾ 4D 5D ഇപ്പൊ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. യു ജസ്റ്റ് കൺസിഡർ ഹിയർ അഗൈൻ 4D സീരീസ്. വാട്ട് ഈസ് എ 4D സീരീസ്? സോ ഇവിടെ സ്കാൻഡിയം സ്റ്റാർട്ട് ചെയ്യും, ഇട്രിയം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, then here again 4D ആണെങ്കിൽ ഇട്രിയം starting and end with this also end with zinc cadmium. It's also cadmium. Okay, and now again you can say 5D series angle. If you consider 5D series, so it is like this way, a lanthanum starting. Okay, it is a lanthanum, and again you can say it is a zinc cadmium mercury. It's also the mercury. Up in lanthanum ഒരു പ്രത്യേകത, ഈ ലാന്തനത്തിന്റെ അതിന്റെ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആണ്. ഈ സെനോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു എഫ് ഓർബിറ്റൽ ഉണ്ട്. ഇറ്റ് ഇസ് ഓൾസോ എ 4f14 ഓർബിറ്റൽ. അതിനുശേഷമാണ് എന്ത് വരിക? 5D and then 6s ഓർബിറ്റൽ വരിക. അപ്പോ ഈ 4f ഓർബിറ്റലിന് പ്രത്യേകതയുണ്ട്. കാരണം ഓർബിറ്റല് സൈസ് എസ് എന്ന് പറയുമ്പോൾ സ്പെറിക്കലാണ്. ഓക്കെ, പി എന്ന് പറയുമ്പോൾ ഡംബലാണ്. ദെൻ അഗെയിൻ എഫ് എന്ന് പറയുമ്പോൾ ഒരു തരം ഫ്ലവർ ഷേപ്പ് ആണ്, ജസ്റ്റ് ലൈക്ക് എ ഫ്ലവർ ഷേപ്പ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ എഫ് കുറെ കൂടിയും ഡിഫ്യൂസ്ഡാ, പരന്ന് നിൽക്കുകയാണ്. പരന്ന് നിൽക്കുമ്പോൾ ഈ ന്യൂക്ലിയസിന്റെ പവർ ജസ്റ്റ് ലൈക്ക് എ ഷർട്ട് വിത്ത് എ ഹോൾഡ് വൺ. ഓക്കെ, ഒരു ഷർട്ട് ഹോൾഡ് വൺ ആയിട്ടുള്ളത്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇസ് എഫ് ഓർബിറ്റൽ. അപ്പോ ന്യൂക്ലിയസിന്റെ ശക്തി ഇതിന്റെ ഉള്ളിൽ കൂടെ ചെന്നിട്ട് ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണിൽ നന്നായിട്ട് പിടിച്ചു വലിക്കാൻ പറ്റും. Clear? Yes. The screening effect of f orbital is very less, or shielding effect of f orbital is very less, and so that size nucleus can attract more on outermost electrons, so size decreases. നമ്മൾ ഇത്രയും പരത്തി പറയാതെ ഒറ്റ വാക്കിൽ പറയാം, ലാന്തനോയിഡിന് ശേഷമാണ് ഇത് ഉണ്ടാവുക. എഫ് ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് exact reason due to the presence of inner 4f orbital, and so inner 4f orbital ഉള്ള പിന്നെ ഇത്തരം സൈസ് കുറയുന്ന പരിപാടിക്ക് കോൺട്രാക്ഷൻ എന്ന് പറയും. സംതിങ് ഇറ്റ് ഈസ് ഓൾസോ കോൺട്രാക്ഷൻ. സൈസ് കുറയുന്ന ഈ പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. നെയിം ഈസ് വെരി ഫേമസ് ആൻഡ് ഇസ് കാൾഡ് ഡ്യൂ ടു രണ്ട് റീസൺ പറയാം. ഡ്യൂ ടു ഇന്നർ 4f orbital or lanthanoid contraction. It's called a lanthanoid. Okay, lanthanoid contraction. Okay, lanthanoid contraction due to lanthanoid contraction. Okay, clear ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സൈസിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഫിഗർ വരയ്ക്കുക ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ 3 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, 4 പോയിന്റ് കേട്ടോ. We are discussing 4 points. ഇതിനകത്ത് 4th പോയിന്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഇത് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. ക്ലിയർ? ദെൻ പോസ് ചെയ്തിട്ട് വരയ്ക്കാം. അതിനുശേഷം ഞാൻ ഈ നോട്ട് ഇങ്ങനെ പറയാൻ പോവാണ്. ദെൻ ഇറ്റ് ഈസ് ഇവിടെ പോയിന്റ് 1, 2, 3, 4 കേട്ടോ. 4 പോയിന്റ്. അപ്പൊ ഈ 4 പോയിന്റിൽ നമ്മൾ നോട്ട് എഴുതും. ഓക്കെ, ദെൻ ഫസ്റ്റ് പോയിന്റ്.
Moving from LHS to RHS, size radius size decreases because nuclear charge increases. Then second point, at the end of series, size increases to avoid that is for avoiding electron E minus electron repulsion, to avoid electron repulsion. Okay, കാരണം ബ്രാക്കറ്റിൽ D10 കിട്ടും. ഓക്കെ, ആ ഓർബിറ്റിലേക്ക് ഫുൾ ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ പിന്നെ സൈസ് കൂട്ടിയേ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടും. Then third point, moving from 3D to 4D, size increases because number of inner shells increases. Okay, അതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല, ഇനിയും പറയാനില്ല. Then fourth point, that is mark ഇതൊക്കെ very important. Moving from 4D to 5D, the size approximately similar or decreases. രണ്ടും പറയണം കേട്ടോ. Approximately similar, the size is approximately similar or decreases. ചില സമയങ്ങളിൽ decreases, and it is due to the presence of inner 4f orbital. In 5D series. Inner 4f orbital in 5D series. Bracket le 4f orbital, 4f ആണോ അല്ലെങ്കിൽ F എന്ന് എഴുതിയാലും മതി. F orbital having less screening effect. Close bracket. Full stop. Okay. This also called lanthanoid contraction. Underline the word lanthanoid contraction. Underline the words inner 4f orbital. Okay. Lanthanoid contraction. Okay. Lanthanoid contraction. Clear? Yes. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യാൻ പോവാം. മേ ബി in the case of ഒരു type of, okay, so it is the case of ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈറ്റാനിയം, സിർക്കോണിയം, ആഫിനിയം. ക്വസ്റ്റ്യൻ പോലെ എഴുതിയേക്കാം. The size of ടൈറ്റാനിയം. ഓക്കെ, ടൈറ്റാനിയം അതിന് തൊട്ട് താഴെയാണ് സിർക്കോണിയം, അതിന് തൊട്ട് താഴെയാണ് ഹാഫ്നിയം, HF. ഓക്കെ, ടൈറ്റാനിയത്തിന്റെ സൈസ് 147 picometer. Okay, zirconium, SL അല്ല കേട്ടോ, zirconium കേട്ടോ, zirconium is also 160, okay, picometer, എല്ലാം picometer തന്നെ. ഹാഫിനി ആണെങ്കിൽ 159 picometer. Okay, why zirconium and hafnium having similar size or similar radius? Answer is too simple. Zirconium, it is in a 3D, titanium 3D series, okay, and this also 4D series, and here again 5D series. Okay, for a question like that, okay, consider radius of a titanium group, like size of titanium group. Then titanium 147, zirconium 160, hafnium 155 എഴുതാം. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ അതിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ explain why zirconium and hafnium having similar radius. Explain why zirconium and hafnium having similar radius. ഇതിന്റെ ആൻസർ നമ്മൾ പറയാൻ പോകണം. ഇതിൽ തന്നെ 4D 5D എഴുതാം. Okay, in the case of hafnium, it contains inner 4f orbital and with a less screening effect.
inner 4f orbital with a less screening effect, and also called lambdanoid contraction. By this, radius decreases. By this, radius decreases as compared to zirconia. By this, radius decreases as compared to zirconia. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. സോ ദിസ് ഇസ് ദി വൈൻഡ് അപ്പ് ടൈം. And so we will discuss another section that is called maybe ionization energy, maybe magnetic properties. So we will discuss that class also. And thank you for watching this class. Again, once more, thank you. Thank you.